ഇപ്പോൾ ഹരിയാനയിലെ ആ ഒരു ലീഡ് നില നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട്. 51 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ ലീഡ്. കോൺഗ്രസ് സഖ്യത്തിന്റെ ലീഡ് 51 ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുകയാണ്. 90 സീറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായും 46 സീറ്റുകൾ മതിയാകും. 51ലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ് സഖ്യത്തിന്റെ ലീഡ് എന്ന് പറയുന്നത്. BJP വളരെ ചുരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിഷ്ണു, ഇതിപ്പോൾ EVM മെഷീനിലെ വോട്ടുകൾ കൂടി ഒരുപക്ഷെ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകാം. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നവാബ് സിംഗ് സൈനി ഹരിയാന മുഖ്യമന്ത്രി പുറകിൽ ഹരിയാന മുഖ്യമന്ത്രി പുറകിൽ ജനരോഷം അറിയുകയാണ് BJP നേതൃത്വം. നേരത്തെ തന്നെ പല നേതാക്കൾക്കും കർഷക രോഷം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ബാലറ്റിലൂടെ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് ഞങ്ങളുടെ രോഷമെന്ന്, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കരുത്ത് എന്താണെന്ന് പഠിപ്പിക്കുന്നു. നവാബ് സിംഗ് സൈനി പുറകിൽ പോകുന്നു, ഹരിയാന മുഖ്യമന്ത്രി പിന്നിലെന്ന ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ മുൻപിലേക്ക് വരുന്നു. വിഷ്ണു, ചെറുതല്ല കാര്യങ്ങൾ. BJPക്ക് മുൻപിൽ വലിയ തിരിച്ചടികളുടെ സൂചനകൾക്കപ്പുറത്തേക്ക് പോകുന്നു. മുഖ്യമന്ത്രി അടക്കം പുറകിലേക്ക് പോകുന്നു. മനു, തീർച്ചയായിട്ടും ഹരിയാനയിൽ BJP കൃത്യമായി തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം കൃത്യമായി തന്നെ BJPക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. BJPയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പുറമോട്ട് പോകുന്ന സാഹചര്യം ഹരിയാനയിലുണ്ട്. വെറും 21 സീറ്റുകളിൽ മാത്രം 80 സീറ്റുകളുടെ ഒരു ഹരിയാനയിൽ മലർത്തിയടിക്കുന്നു BJPയെ. അതൊരു ചെറിയ കാര്യമല്ല. തുടർച്ചയായി 2 തവണ ഭരണം ഹാട്രിക് ലക്ഷ്യമിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആ നാടിന്റെ കരുത്ത് എന്താണെന്ന് തിരിച്ചറിയുകയാണ്. ഗുസ്തിയുടെ ഗോതകളിൽ അഖാഡകളിൽ തെളിഞ്ഞ മനുഷ്യരാണ്, പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യരാണ്. അവരുടെ കൈകളുടെ തഴമ്പെന്തെന്ന് തിരിച്ചറിയുന്നു BJP നേതൃത്വം. ഇതാ ഈ ഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം കടന്ന് ഇന്ത്യ സഖ്യം INC സഖ്യം മുന്നോട്ട് പോകുന്നു. BJP അക്ഷരാർത്ഥത്തിൽ മലർത്തിയടിക്കുകയാണ്. 21 സീറ്റുകൾ മാത്രമാണ് അവർ ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അവരുടെ മുഖ്യമന്ത്രി നവാബ് സിംഗ് സൈനി അടക്കം പുറകിലോട്ട് പോകുന്നു. ജനരോഷം എന്തെന്ന് BJP സഖ്യം ഹരിയാനയിൽ തിരിച്ചറിയുന്നു. ഹരിയാനയിലെ പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യന്റെ കരുത്ത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്ന സമയം വോട്ടിംഗ് ബാലറ്റിലൂടെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യയുടെ ആത്മാവ് കർഷകരിൽ തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് എന്നും ഈ രാജ്യത്തിൻ്റെ ഭാഗധേയത്വം നിർണയിച്ചിരുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യൻ അവന്റെ കരുത്ത് തെളിയിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. INC + 51, BJP 21ലേക്ക് കൂപ്പുകുത്തുന്നു. BJP കേവല ഭൂരിപക്ഷവും കടന്നവിടെ കോൺഗ്രസ് സഖ്യം മുന്നോട്ട് പോകുന്നു. ജമ്മു കാശ്മീരിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. 47ലേക്ക് പോകുന്നു. അവിടെ NC + സഖ്യം, അതായത് പ്രതിപക്ഷ സഖ്യം 47ലേക്ക് പോകുന്നു. നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഇടത്തു നിന്ന് വലിയ തോതിൽ പുറകോട്ട് പോകുന്ന BJPയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹരിയാനയിൽ BJPയുടെ മന്ത്രിമാരെല്ലാം പുറകിലോട്ട് പോകുന്നു. അങ്ങ് മാറി നിൽക്കാൻ പറയുകയാണ് ഹരിയാനയിലെ സാധാരണക്കാരായ മനുഷ്യർ. നിങ്ങൾ ഇത്രയും നാൾ കണ്ടതൊന്നുമല്ല, ഇനി കാണാനിരിക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ കരുത്തെന്ന് BJPയെ ഓർമ്മിപ്പിക്കുന്നു. ഹരിയാനയിലെ മണ്ണിൽ പണിയെടുക്കുന്ന, പാടത്ത് പണിയെടുക്കുന്ന കർഷകർ ഗുസ്തി ഗോതയിൽ പയറ്റി തെളിഞ്ഞവരാണ് അവർ. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നു BJPക്ക്. 21 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു.